പാലമേൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ അരനൂറ്റാണ്ടിലധികമായി LDF ഭരണം തുടരുന്ന പഞ്ചായത്താണ് പാലമേൽ ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ LDFന് ലഭിച്ചത് ആകെ 21 വാർഡുകളിൽ LDFന് 8 സീറ്റുകൾ, UDF 9 സീറ്റുകൾ, BJP 2, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 2. വ്യക്തമായ ഭൂരിപക്ഷം ആർക്കുമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ UDF ആണ് ഇത്തവണ നേടിയിരിക്കുന്നത്. വാർഡ് 1 മുതുകാട്ടുകര വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സൗമ്യ രാജേഷ് 6 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സൗമ്യ രാജേഷിന് ലഭിച്ച വോട്ടുകൾ 298. BJP സ്ഥാനാർത്ഥി അനുശ്രീ മനുവിന് ലഭിച്ച വോട്ടുകൾ 292. UDF സ്ഥാനാർത്ഥി സുവർണ കൃഷ്ണകുമാറിന് ലഭിച്ച വോട്ടുകൾ 229. LDF സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥി വിജയലക്ഷ്മിക്ക് ലഭിച്ച വോട്ടുകൾ 90. സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർമ്മലാമ്മയ്ക്ക് ലഭിച്ച വോട്ടുകൾ 11. 6 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വാർഡ് 1 മുതുകാട്ടുകര വാർഡിൽ സൗമ്യ രാജേഷ് വിജയിച്ചു. വാർഡ് 2 PHC വാർഡ് LDFന്റെ സിറ്റിംഗ് വാർഡായിരുന്നു. ഇവിടെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി S ശ്രീനാഥ് CPM സ്ഥാനാർത്ഥിയാണ് 240 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PHC വാർഡിൽ നിന്നും വിജയിച്ചു. ശ്രീനാഥിന് ലഭിച്ച വോട്ടുകൾ 533. UDF സ്ഥാനാർത്ഥി ഗോപിനാഥന് 293 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി അനിൽ പുന്നയ്ക്കാക്കുളങ്ങരയ്ക്ക് ലഭിച്ചത് 171 വോട്ടുകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ബ്രഹ്മാനന്ദന് ലഭിച്ചത് 64 വോട്ടുകൾ. വാർഡ് 3 കാവുമ്പാട് വാർഡിൽ കഴിഞ്ഞ തവണ BJP വിജയിച്ച വാർഡാണ്. ഇത്തവണ LDFലെ S മഞ്ജു 386 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPM സ്ഥാനാർത്ഥിയാണ് S മഞ്ജു. ഏറ്റവും കൂടിയ പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം S മഞ്ജുവിന് ലഭിച്ച വോട്ടുകൾ CPM സ്ഥാനാർത്ഥി S മഞ്ജുവിന് ലഭിച്ച വോട്ടുകൾ 613. UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു സനലിന് ലഭിച്ച വോട്ടുകൾ 227. BJP സ്ഥാനാർത്ഥി സുനിതാകുമാരിക്ക് ലഭിച്ച വോട്ടുകൾ 189. വാർഡ് 4 മറ്റപ്പള്ളി വാർഡിൽ കഴിഞ്ഞ തവണ LDF വിജയിച്ച വാർഡാണ്. LDFൽ CPI മത്സരിക്കുന്ന വാർഡാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥി സ്മിത J 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സ്മിതയ്ക്ക് ലഭിച്ച വോട്ടുകൾ 396. LDF സ്ഥാനാർത്ഥി രാഗി സുരേഷ് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. രാഗി സുരേഷിന് ലഭിച്ചത് 361 വോട്ടുകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥി സോളിക്ക് ലഭിച്ചത് 136 വോട്ടുകൾ. BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഭാകുമാരിക്ക് ലഭിച്ചത് 129 വോട്ടുകൾ. വാർഡ് 5 ഉളവക്കാട് വാർഡ് നിരന്തരം LDF വിജയിച്ചു വരുന്ന ഒരു വാർഡാണ്. LDF സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി ലളിത രവിയുടെ ഭൂരിപക്ഷം 185. ലളിത രവിക്ക് ലഭിച്ച വോട്ടുകൾ 548. BJP സ്ഥാനാർത്ഥി രമ്യ സുനിലിന് 363 വോട്ടുകൾ. UDF സ്ഥാനാർത്ഥി രമ്യ ദയാബാലന് 205 വോട്ടുകൾ ലഭിച്ചു. വാർഡ് 6 കുടശനാട് വാർഡിൽ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണയും UDF തന്നെയാണ് വിജയിച്ചത്. സൂസമ്മ ചാക്കോ 189 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി സൂസമ്മ ചാക്കോ 430 വോട്ടുകൾ നേടി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി രേഷ്മ സ്റ്റീഫൻ 241 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി ശ്രീലേഖ 227 വോട്ടുകൾ. വാർഡ് 7 പുലിക്കുന്ന് വാർഡ് സ്ഥിരമായി LDF വിജയിച്ചു വരുന്ന ഒരു വാർഡാണ്. ഇത്തവണയും LDFലെ R ശശി CPM സ്ഥാനാർത്ഥി R ശശി 323 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. R ശശിക്ക് ലഭിച്ച വോട്ടുകൾ 698. UDF സ്ഥാനാർത്ഥി മുരളീധരന് ലഭിച്ചത് 375 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി ആനന്ദന് 112 വോട്ടുകൾ. വാർഡ് 8 കഞ്ചുകോട് വാർഡിൽ കഴിഞ്ഞ തവണ UDF വിജയിച്ച വാർഡാണ്. ഇത്തവണ LDFലെ CPM സ്ഥാനാർത്ഥി K ദിലീപ് 315 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ദിലീപിന് ലഭിച്ച വോട്ടുകൾ 625. രണ്ടാം സ്ഥാനത്ത് BJP ആണ് അവിടെ വന്നത്. BJPയിലെ സ്ഥാനാർത്ഥി കലേഷ് കഞ്ചുകോടിന് 310 വോട്ടുകൾ ലഭിച്ചു. UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി B അജിത് കുമാറിന് ലഭിച്ച വോട്ടുകൾ 258. വാർഡ് 9 ആദിക്കാട്ടുകുളങ്ങര വടക്ക് വാർഡ് സ്ഥിരമായി LDF വിജയിച്ചു വരുന്ന ഒരു വാർഡാണ്. ഇത്തവണ LDFലെ A നൌഷാദ് CPM സ്ഥാനാർത്ഥി A നൌഷാദ് 257 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. A നൌഷാദ് 626 വോട്ടുകൾ നേടി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി MM ബഷീർ 369 വോട്ടുകൾ നേടി.
വാർഡ് 10 ആദിക്കാട്ടുകുളങ്ങര കിഴക്ക് വാർഡ് പുതിയ വാർഡാണ്. UDF സ്ഥാനാർത്ഥി സുജാത ടീച്ചർ, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജാത ടീച്ചർ 309 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി സുജാത ടീച്ചർ 637 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി രേഷ്മ രാജേന്ദ്രൻ 328 വോട്ടുകൾ നേടി. വാർഡ് 11 ആദിക്കാട്ടുകുളങ്ങര ടൗൺ വാർഡ്. LDFും UDFും മാറി മാറി വിജയിച്ചു വരുന്ന ഒരു വാർഡാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥി ഷൈനി ഷാനവാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, 52 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഷൈനി ഷൈനാസ് 572 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി ശൈലജ ഷാജി 520 വോട്ടുകൾ നേടി. വാർഡ് 12 ആദിക്കാട്ടുകുളങ്ങര തെക്ക് വാർഡ്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയെ വിജയിച്ച വാർഡാണ്. ഇത്തവണയും UDFിലെ ഷീജ ഷാജി 64 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFിലെ ഷീജ ഷാജിക്ക് 546 വോട്ടുകൾ നേടി. LDFിലെ CPI സ്ഥാനാർത്ഥി രാജിമോൾ 482 വോട്ടുകൾ നേടി. വാർഡ് 13 മാമൂട് വാർഡ്. ഒരു ട്വിസ്റ്റ് നടന്ന വാർഡ് തന്നെയാണ് മാമൂട് വാർഡ്. BJP സ്ഥാനാർത്ഥി അജയകുമാർ 1 വോട്ടിന് വിജയിച്ചു. പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ വാർഡാണ്. LDF സ്ഥാനാർത്ഥി അഭിനന്ദ് തമ്പാൻ 342 വോട്ടുകൾ നേടിയപ്പോൾ അജയകുമാർ BJP സ്ഥാനാർത്ഥി 343 വോട്ടുകൾ നേടി. UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവൻകുട്ടി 248 വോട്ടുകൾ നേടി. രാജേഷ് കുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജേഷ് കുമാർ 107 വോട്ടുകൾ നേടി. വാർഡ് 14 പയ്യനല്ലൂർ വാർഡ്. UDF സ്ഥാനാർത്ഥി മനോജ് C ശേഖർ 316 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പയ്യനല്ലൂർ വാർഡിൽ വിജയിച്ചു. മനോജ് C ശേഖർ 659 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി G രാധാമണി 343 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി സരിത R പിള്ള 162 വോട്ടുകൾ നേടി. വാർഡ് 15 പള്ളിക്കൽ വാർഡ്. പള്ളിക്കൽ വാർഡിൽ BJP സ്ഥാനാർത്ഥി പ്രകാശൻ അട്ടിമറി വിജയം നേടി. 57 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പള്ളിക്കൽ വാർഡിൽ വിജയിച്ചു. പ്രകാശൻ 462 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി PG മോഹനൻ പിള്ള 405 വോട്ടുകൾ നേടി. UDF സ്ഥാനാർത്ഥി KR സുധാകരൻ നായർ 177 വോട്ടുകൾ നേടി. വാർഡ് 16 മുകളവിളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ധർമ്മപാലൻ 296 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുകളവിള വാർഡിൽ വിജയിച്ചു. ധർമ്മപാലന് 693 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി S മുരളി 397 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി രാജപ്പന് 17 വോട്ടുകൾ. വാർഡ് 17 പണയിൽ വാർഡ്. പണയിൽ വാർഡിൽ കഴിഞ്ഞ തവണ LDF ആയിരുന്നു വിജയിച്ചിരുന്നത്. ഇത്തവണ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീനി പണയിൽ 233 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ശ്രീനി പണയിലിന് 562 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി AK ഗോപിനാഥന് 329 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി പ്രമീള ഹരികുമാറിന് 46 വോട്ടുകൾ. വാർഡ് 18 ഫാക്ടറി വാർഡ്. ഫാക്ടറി വാർഡിൽ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഫാക്ടറി വാർഡിന്റെ രൂപീകരണ കാലം മുതൽ അവിടെ ഒരു പ്രാവശ്യം മുമ്പ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അനിയൻ കുഞ്ഞ് UDF സ്ഥാനാർത്ഥി അനിയൻ കുഞ്ഞ് 82 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അനിയൻ കുഞ്ഞ് എന്ന അനിൽകുമാറിന് 552 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി വിജയൻ പിള്ള 470 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് 58 വോട്ടുകൾ. വാർഡ് 19 എരുമക്കുഴി വാർഡ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി LDF വിജയിച്ചു വരുന്ന ഒരു വാർഡ് തന്നെയാണ്. LDF സ്ഥാനാർത്ഥി S രാധിക CPM സ്ഥാനാർത്ഥിയാണ്. 251 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. S രാധിക LDF സ്ഥാനാർത്ഥി 507 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി S ശ്രീജ 256 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി രാജശ്രീ 119 വോട്ടുകൾ. വാർഡ് 20 നൂറനാട് ടൗൺ വാർഡ്. കഴിഞ്ഞ പ്രാവശ്യം UDF വിജയിച്ച വാർഡായിരുന്നു. ഇപ്രാവശ്യം LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. CPI സ്ഥാനാർത്ഥി സൗമ്യ പ്രദീപ് 43 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സൗമ്യ പ്രദീപിന് 390 വോട്ടുകൾ. UDF സ്ഥാനാർത്ഥി സരിത ജഗൻ 347 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി ശ്രീലത 159 വോട്ടുകൾ. വാർഡ് 21 പാലമേൽ വാർഡ്. പുതിയ വാർഡാണ്. പുതിയ വാർഡിൽ UDF സ്ഥാനാർത്ഥി R മഞ്ജു 19 വോട്ടുകൾക്ക് വിജയിച്ചു. LDF സ്ഥാനാർത്ഥി KG സുമിത 390 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി R മഞ്ജു 409 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി ദീപ PD 114 വോട്ടുകൾ.
പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ വാർഡുകളിൽ LDF വ്യക്തമായ ആധിപത്യം നേടിയപ്പോൾ തെക്കൻ വാർഡുകൾ LDFനെ കൈവിട്ടു എന്ന് തന്നെ പറയാം. പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ഇത്തവണത്തെ ഇലക്ഷൻ ഫലം വന്നപ്പോഴുള്ള ഹൈലൈറ്റ്സുകൾ: പുതിയ 2 വാർഡുകളിലും UDF വിജയിച്ചു. BJPക്ക് 1 സീറ്റ് ഉണ്ടായിരുന്നത് 2 സീറ്റായി വർദ്ധിച്ചു. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു. വാർഡ് 1 മുതുകാട്ടുകര വാർഡിൽ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സൗമ്യ രാജേഷ് LDFനൊപ്പം ചേരും. വാർഡ് 16 വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ധർമ്മപാലൻ UDFനൊപ്പം ചേരും. അങ്ങനെയെങ്കിൽ കക്ഷിനില LDF 9, UDF 10, BJP 2. പാലമേലിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് UDF പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നു.